മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചേലക്കര ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന്റെ ആദ്യ ദിവസം ഭക്തിസാന്ദ്രം. ചൊവ്വ, ബുധൻ, വ്യാഴം തീയതികളിലായി അതിവിപുലമായ പരിപാടികളോടുകൂടിയാണ് മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് ഗംഗാകരയിൽ നിന്നും അമ്മൻ കരകങ്ങൾ, ഉടുക്കുപാട്ട്, ആട്ടക്കരകം, പാണ്ടിമേളം, ഗജവീരന്മാരുടെ അകമ്പടിയോട് കൂടിയ എഴുന്നള്ളിപ്പ് ചേലക്കര ടൗണിലൂടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. സ്ത്രീകളുടെ നേതൃത്വത്തിൽ കുംഭം കയ്യിലേന്തി നടന്ന ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. 10 മണിക്ക് പാണ്ടിമേളം, 12 മണിക്ക് പ്രസാദ ഊട്ട്, 6 മണിക്ക് നിറമാല, ദീപാരാധന, സോപാന സംഗീതം, 6:30 മെഗാ ഷോ, ബുധനാഴ്ച രാവിലെ 9 മണിക്ക് വിളക്ക് പൂജ, 12 മണിക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് 5 മണിക്ക് രാജകീയ മാവിളക്ക് ഘോഷയാത്ര, മെയ് 1 9 മണിക്ക് മഹാപൊങ്കാല, ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രസാദ ഊട്ട്, 7:30 അമ്മൻ കരകങ്ങൾ ശ്രീകോവിൽ നിന്ന് മഞ്ഞൾ നീരാട്ടോടുകൂടി ഗ്രഹപൂജയ്ക്ക് പുറപ്പെടുന്നു. 10 മണിക്ക് അമ്മൻ കരകങ്ങൾ ഗംഗാകരയിൽ നിമജ്ജനം ചെയ്യുന്നതോടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന് സമാപനം കുറിക്കും. കേരളീയ ആയുർവേദ സമാജത്തിന്റെ കീഴിലുള്ള മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന പൂജകളാണ് ഇന്നും നാളെയും മറ്റന്നാളും തിങ്കൾ, ചൊവ്വ, ബുധനായിട്ട് നടക്കുന്നത്. ഇന്ന് പ്രാസാദ ശുദ്ധിയാണ്. ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള അശുദ്ധികളൊക്കെ ഒരു കൊല്ലത്തിനുള്ളിൽ നടന്നിട്ടുള്ള അശുദ്ധികളൊക്കെ ഉള്ളൊരു അതിനൊക്കെ ശുദ്ധീകരിക്കുക, ക്ഷേത്രം ശുദ്ധീകരിക്കണം അന്നത്തെ ചടങ്ങ്. നാളെ ബിംബശുദ്ധി, പ്രതിഷ്ഠയുടെ അശുദ്ധി, പ്രതിഷ്ഠയ്ക്ക് എന്തെങ്കിലും ന്യൂനതകളോ അശുദ്ധികളോ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനുള്ള കലശ പൂജകളും കലശാഭിഷേകങ്ങളും നാളെ. മറ്റന്നാൾ ഉദയാസ്തമന പൂജ, അതായത് ബുധനാഴ്ച ഉദയാസ്തമന പൂജ. അതോടുകൂടി ഇത് അവസാനിക്കും. ഇതിൻ്റെ തന്ത്രി കല്ലൂർ നമ്പൂരിപ്പാടാണ്. എടരിക്കോട്, കോട്ടക്കലടുത്ത എടരിക്കോട് കല്ലൂർ നാരായണ നമ്പൂരിപ്പാടാണ് ഇപ്പോൾ അവിടുത്തെ തന്ത്രി. അദ്ദേഹത്തെ കുറച്ച് കഴിഞ്ഞാൽ വരും. VCV ന്യൂസ്, ചേലക്കര.